ട്രംപ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, താരിഫ് പ്രഖ്യാപിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ആൾ ബേസിക്കലി ഒരു മണ്ടനാണ്. ഇങ്ങനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റിയതാണ്. അമേരിക്കൻ ആധിപത്യത്തിൻ്റെ, അമേരിക്കൻ വെള്ളിയേട്ടൻ കളിയുടെ ഓരോ ശക്തി കേന്ദ്രങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായ പദ്ധതികളോടെയാണ് അമേരിക്കയെ വട്ടമിട്ട് ലോകം കറങ്ങുന്ന സമകാലിക ക്രമമായ യൂണിപോളാർ വേൾഡിനെ അവർ മൾട്ടി പോളാർ ആക്കാൻ ശ്രമം നടത്തുന്നത്. ഇങ്ങനെ അമേരിക്കയുടെ സർവ്വാധിപത്യത്തിനെ, കരുത്തിനെ, അവരുടെ സമ്പത്തിനെ ആരെങ്കിലും വെല്ലുവിളിക്കുന്നത് അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാനാവില്ലല്ലോ. അതിൻ്റെ ശ്രമമായിട്ടാണ് ട്രംപിൻ്റെ നിലവിലുള്ള ഈ വട്ടുകളികൾ എല്ലാം തന്നെ. എന്നാൽ അമേരിക്ക ഏത് ശക്തി ഉപയോഗിച്ചാണ്, എന്തുകൊണ്ടാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്? ബ്രിക്സ് രാജ്യങ്ങൾ എങ്ങനെ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാവുന്നു? ട്രംപ് എന്തിനാണ് നമ്മെ ഭയപ്പെടുന്നത്? രസകരമായിട്ടുള്ള ആ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ അറിവുകൾക്ക് വേണ്ടി ആ കാര്യം ഒന്ന് പരിഗണിക്കൂ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2025 ഫെബ്രുവരി മാസം, അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്ത് ഒരു മാസത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വരികയുണ്ടായി. ഡോളറിൻ്റെ അപ്രമാദിത്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ബ്രിക് രാജ്യങ്ങൾക്കെതിരെ 150% ഇറക്കുമതി തീരുവ ചുമത്തും എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. ട്രംപ് പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ തന്നെ, അതായത് 2024 നവംബറിൽ പുതിയ കറൻസി ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% നികുതി ചുമത്തുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ തിരിയുന്നത്? കാര്യം വ്യക്തമാണ്. 2024 ബ്രിക്സ് സമ്മേളനത്തിൽ ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡർ നിലവിൽ വരണം എന്നുള്ള അഭിപ്രായം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് അമേരിക്ക നയിക്കുന്ന ഒരു യൂണിപോളാർ ലോകക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയാണ് ഇപ്പോൾ നമ്മയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത്. അതായത് അമേരിക്ക ലോക പോലീസിനെ പോലെ എല്ലാ രാജ്യങ്ങളുടെ വിഷയങ്ങളിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. അതാണ് നമ്മളിവിടെ യൂണിപോളാർ ലോകക്രമം അഥവാ ഒറ്റ ധ്രുവത്തിൽ പ്രവർത്തിക്കുന്ന ലോകക്രമം എന്ന അവസ്ഥയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയെല്ലാം മാറി ഒന്നിലധികം രാജ്യങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ള, അല്ലെങ്കിൽ അവർ ലോകക്രമം നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണം എന്ന അഭിപ്രായത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉള്ളത്. ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങളുടെ പരിശ്രമവും അതിനുവേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും അമേരിക്ക എതിർക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ വരും. എങ്ങനെയാണ് ബ്രിക്സ് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാവുന്നത്? അമേരിക്ക നയിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ ബ്രിക്സ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കാര്യങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള ലോകത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് പഠിക്കാനും മാറാനും തയ്യാറാവുന്നത് നല്ല കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് AI പഠിച്ചിരിക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾ ടെക്, നോൺ ടെക് മേഖലയാണെങ്കിലും സെയിൽസ്, ബിസിനസ് എവിടെയാണെങ്കിലും വരുമാനം കൂട്ടാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാവാനും ഇപ്പോഴത്തെ കാലത്ത് അതില്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഔട്ട്സ്കിൽ ഒരുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് 2 ഡേ ലൈവ് AI ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതിലെല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനൊന്ന് ശ്രമിക്കുക. അതിനുവേണ്ട ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. 10,000 രൂപ വിലമതിക്കുന്ന ഈ ക്ലാസ്സുകൾ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം ഇപ്പോൾ സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. വരുന്ന ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ 10-ലധികം AI ടൂളുകൾ പഠിക്കാം, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മാസ്റ്റർ ചെയ്യാം, കോഡിങ്ങിൻ്റെ ആവശ്യമില്ലാതെ ഡാറ്റകൾ അനലൈസ് ചെയ്യാനും, റെപ്പറ്റേറ്റീവ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും, പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനും, പിന്നെ ഞാനൊക്കെ ചെയ്യുന്നത് പോലെ AI വീഡിയോസും ഇമേജസും ഒക്കെ ഉണ്ടാക്കാനും പഠിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് AI പഠിക്കാത്തത് ഒരു കുറവ് മാത്രമല്ല, ജോലി വരെ പോകുന്ന വലിയ റിസ്ക് ആണ്. പിന്നെ ക്ലാസ്സുകൾ സൗജന്യമാണ്. ഇതിലും നല്ല അവസരം ഇനി കിട്ടണമെന്നില്ല. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ. നമുക്കെന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ബ്രിക്സ് എന്ന സംഘടന എന്താണ് എന്നും അത് എന്തുകൊണ്ട്, എങ്ങനെ രൂപം കൊണ്ടു എന്നും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ബ്രിക്സ് എന്നാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ്. ബ്രിക് എന്നായിരുന്നു ആദ്യത്തെ പേര്, പിന്നീട് അത് ബ്രിക്സ് ആയിട്ട് മാറിയതാണ്. 2001 ഗോൾഡ്മാൻ സാക്സിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജിമ്മോ നെയിലാണ് അദ്ദേഹത്തിൻ്റെ ബെറ്റർ ഗ്ലോബൽ എക്കണോമിക് ബ്രിക്സ് എന്ന ലേഖനത്തിൽ ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ G7 പോലെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഈ 4 രാജ്യങ്ങൾ, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ വളരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. 1995 മുതൽ G7 രാജ്യങ്ങളും ബ്രിക്സ് രാജ്യങ്ങളും പർച്ചേസിംഗ് പവർ പാരിറ്റി GDP നോക്കിക്കഴിഞ്ഞാൽ 1995 1/3 മാത്രം ഉണ്ടായിരുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പർച്ചേസിംഗ് പവർ പാരിറ്റി GDP 2023 ആയപ്പോഴേക്കും G7 രാജ്യങ്ങളെ മറികടന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അന്ന് 2000ൻ്റെ തുടക്കത്തിൽ ഇത് വെറും ഒരു കണക്കുകൂട്ടൽ മാത്രമായിരുന്നു. പക്ഷേ
ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇപ്പോഴത്തെ ബ്രിക്സ് രാജ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് 2006-ലാണ്. അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തികൾ എന്ന നിലയ്ക്ക് ഒത്തുചേർന്ന് സാമ്പത്തികം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെല്ലാം സഹകരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിക്കിൻ്റെ രൂപീകരണം. എന്തായാലും 2006 ബ്രിക്ക് രൂപീകരിക്കപ്പെടുന്നു. 2008 നോക്കിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം വരുന്നുണ്ട്. അതിൻ്റെ കാരണം തന്നെ അമേരിക്കയിലെ ഹൗസിംഗ് വ്യവസായം തകർന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു. പല വീഡിയോസിലും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ലെയ്മാൻ ബ്രദേഴ്സ് പോലുള്ള പ്രശസ്തമായ അമേരിക്കൻ ബാങ്കുകൾ തകർന്നു. അതിൻ്റെ പ്രതിഫലനം ലോകമെമ്പാടും ഉണ്ടായി. അന്ന് റഷ്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 70% തകരുന്നത്. റഷ്യയുടെ വിദേശ നാണ്യശേഖരം ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങുകയാണ്. അതായത് അമേരിക്കൻ മാർക്കറ്റ് തകർന്നാൽ അത് മറ്റുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് ആ രാജ്യങ്ങളുടെ തെറ്റല്ലെങ്കിൽ കൂടി ആ രാജ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഡോളറിനെ അല്ലെങ്കിൽ അമേരിക്കയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ഓരോ രാജ്യങ്ങളുടെ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു മണ്ടത്തരമാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ 2008 സാമ്പത്തിക മാന്ദ്യമടക്കം ചർച്ച ചെയ്യാൻ ബ്രിക്കിൻ്റെ ആദ്യ സമ്മേളനം റഷ്യയിൽ വെച്ച് നടന്നിരുന്നു. ഡോളറിൻ്റെ ഈ ശക്തി ഏറ്റവും അറിയാവുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡോളറിനെ ആയുധമാക്കാനും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പലതാണ്. എങ്കിലും 2014 നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ്റെ ഭാഗമായ ക്രിമിയൻ ഉപദ്വീപ് അവരുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം നടപ്പിൽ വരുത്തിയിരുന്നു. നമുക്കറിയുന്നത് പോലെ, മുന്നേ പറഞ്ഞതുപോലെ, ഡോളറിൻ്റെ ശക്തി കാരണം ആഗോള സാമ്പത്തിക രംഗം അമേരിക്ക അടക്കമുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് തങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോൾ മറ്റു രാജ്യങ്ങളുടെ മേൽ ഉപരോധം ചെലുത്താനുള്ള, അവയെ സ്വാധീനിക്കാനും നിലയ്ക്ക് നിർത്താനും വരുതിയിലാക്കാനുമുള്ള ഒരു ഉപകരണം കൂടിയാണ്. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണി തന്നെയാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അമേരിക്ക ലോക പോലീസ് ആവുന്നതും വല്യേട്ടൻ കളിക്കുന്നതും യൂണിപോളാർ അഥവാ ഒറ്റ ധ്രുവത്തെ കേന്ദ്രീകരിച്ച് ലോകം കറങ്ങുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ യൂണിപോളാർ ലോകം മാറി മൾട്ടി പോളാർ ലോകം വരേണ്ടത് റഷ്യയുടെ കൂടെ അല്ലെങ്കിൽ അമേരിക്കയെ എതിർക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ വലിയൊരു ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അമേരിക്കയുടെ കരുത്ത്, പ്രത്യേകിച്ച് ഡോളറിൻ്റെ കരുത്ത് കുറയേണ്ടതാണ്. മറ്റ് രാജ്യങ്ങൾക്കും ലോകത്തെ സ്വാധീനിക്കാൻ ആവശ്യമായ ശക്തി ഉണ്ടാവേണ്ടതാണ്. ഇത് റഷ്യ, ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ബ്രിക്സ് എന്നത് അമേരിക്ക നയിക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ തുടക്കം മുതലേ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സംശയം ഉണ്ടാവും, ഡോളർ മാത്രമാണോ അമേരിക്കയുടെ ഈ ശക്തി? ഒരിക്കലുമല്ല. അമേരിക്ക ഇത്രയും ശക്തിശാലിയാക്കി നിലനിർത്തുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ്. അതറിഞ്ഞാൽ മാത്രമേ ബ്രിക്സ് ഏതൊക്കെ തരത്തിൽ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാകുന്നു എന്നതിനെ പറ്റി നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റൂ. ഒന്നാമത്തേത് മുകളിൽ പറഞ്ഞതുപോലെ ലോക രാജ്യങ്ങൾക്കിടയിലെ ഡോളറിൻ്റെ സ്വാധീനവും വിശ്വാസ്യതയുമാണ്. 2 ലോക ബാങ്ക്, IMF പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനമാണ്. 3 എണ്ണ പോലുള്ള വിഭവങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണമാണ്. പക്ഷേ ഈ ഘടകങ്ങൾ വെച്ച് എങ്ങനെ അമേരിക്ക ഇന്ന് കാണുന്ന ഈ യൂണിപോളാർ ലോകക്രമം ഉണ്ടാക്കിയെടുത്തു എന്ന കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് യൂറോപ്പിനെ പോലും പിന്തള്ളി അമേരിക്ക സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിലെ ആയുധ കച്ചവടം തന്നെയായിരുന്നു അമേരിക്കയുടെ ഉയർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അമേരിക്ക നേരിട്ട് ആദ്യ സമയങ്ങളിൽ യുദ്ധത്തിൽ ഉണ്ടായിരുന്നിട്ടുമില്ല. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 80% വ്യാപാരങ്ങളും അമേരിക്കൻ ഡോളർ ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യ ശേഖരങ്ങൾ, അതായത് ഫോറക്സ് റിസർവായിട്ട് പല രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളതും ഡോളറിനെയാണ്. അമേരിക്ക താരതമ്യേന സാമ്പത്തികപരമായിട്ട് സ്ഥിരതയുള്ള, നല്ല സൈനിക ശേഷിയുള്ള ഒരു രാജ്യമാണ്. അതുമാത്രമല്ല ഡോളർ ഫ്ലക്ച്വേഷൻസ് കുറവായിട്ടുള്ള ഒരു കറൻസിയുമാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്ക് അമേരിക്കൻ കറൻസിയായ ഡോളറിനെ വളരെയധികം വിശ്വാസമാണ്. പക്ഷേ അപ്പോഴും ഡോളറിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കാനുള്ള മറ്റ് കാരണം എന്താണ്? അതിന് വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ധാരാളമായിട്ട് പങ്കെടുത്തിരുന്നു. യുദ്ധം കഴിഞ്ഞതോടുകൂടി അവരെല്ലാം സാമ്പത്തികപരമായിട്ട് തകരുകയാണ്. അവർ യുദ്ധസമയത്ത് ആയുധങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വേണ്ടി അവരുടെ പക്കലുള്ള സ്വർണ്ണമെല്ലാം അമേരിക്കയ്ക്കാണ് വിൽക്കുന്നത്. പകരം അവർ ഡോളർ സ്വന്തമാക്കി. ഡോളർ അന്നും താരതമ്യേന സ്ഥിരതയുള്ള ഒരു കറൻസി തന്നെയായിരുന്നു. പോരാത്തതിന് അമേരിക്ക യുദ്ധത്തിലില്ല. അതുകൊണ്ട് അമേരിക്ക തകരാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോകരാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ആ കറൻസിയെ വിശ്വസിക്കുകയാണെന്ന് മാത്രമല്ല, മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അന്ന് കറൻസിക്ക് ഒറ്റയ്ക്ക് മൂല്യം ഉണ്ടായിരുന്നില്ല. സ്വർണം പോലുള്ള വസ്തുക്കളുമായിട്ട് ബന്ധിപ്പിച്ചായിരുന്നു
കറൻസിക്ക് മൂല്യം വന്നിരുന്നത്. അമേരിക്കയുടെ സ്വർണ്ണശേഖരം കൂടി വന്ന സമയത്ത് ഡോളർ സ്ഥിരതയുള്ള ഒരു കറൻസിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് പണപ്പെരുപ്പം ബാധിച്ചിരുന്നു, വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. കറൻസിയുടെ മൂല്യം വളരെ വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയുടെ പക്കലായിരുന്നു ഏറ്റവും അധികം സ്വർണ്ണശേഖരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരതയുള്ള കറൻസിയായ ഡോളറിനെ നേരിട്ട് സ്വർണവുമായി ബന്ധിപ്പിക്കുന്ന ബ്രെട്ടൺ വുഡ് എഗ്രിമെൻ്റ് എന്നൊരു കരാറും ആ സമയത്ത് നിലവിൽ വന്നിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തതാണ്. എങ്കിലും വളരെ ചുരുക്കി പറയാനാണെങ്കിൽ ഈ ഒരു സംഭവം മൂലം ഡോളർ സ്വർണവുമായും മറ്റ് രാജ്യത്തെ കറൻസികളുമായിട്ടും ബന്ധിപ്പിച്ച് മൂല്യം കണക്കാക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ പതുക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ പോലുള്ള രാജ്യങ്ങളും സാമ്പത്തികപരമായിട്ട് വികസിക്കാൻ തുടങ്ങി. അവരുടെ കയ്യിൽ വ്യാപാരത്തിലൂടെയും മറ്റും ധാരാളം ഡോളർ വന്നു ചേരുന്നുണ്ട്. ഈ ഡോളർ കൊടുത്ത് ആ രാജ്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും സ്വർണം തിരികെ വാങ്ങാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ അമേരിക്കയുടെ സ്വർണ്ണശേഖരം വലിയ രീതിയിൽ കുറഞ്ഞു തുടങ്ങി. 1970 ആകുമ്പോഴേക്കും അമേരിക്കയുടെ സ്വർണ്ണശേഖരം ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് കാണാം. ഇനി ബ്രെട്ടൺ വുഡ് എഗ്രിമെൻ്റ് എന്ന കരാർ കൊണ്ട് ഡോളറിൻ്റെ ആധിപത്യം നിലനിർത്താൻ സാധിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെ അമേരിക്ക തകരാതിരിക്കാൻ ഡോളറിന് പകരം സ്വർണം നൽകുന്നതും അമേരിക്ക നിർത്തലാക്കുന്നു. അന്നത്തെ കാലത്ത് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ എണ്ണയുടെ സ്വാധീനം വർദ്ധിക്കാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. വ്യവസായവൽക്കരണത്തെയും യന്ത്രവൽക്കരണത്തെയും എല്ലാം തുടർന്ന് രാജ്യങ്ങൾക്ക് എണ്ണയുടെ ആവശ്യം വളരെ വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അമേരിക്ക സൗദി പോലുള്ള എണ്ണ സമ്പന്ന രാജ്യങ്ങളുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നു. സൗദി പോലുള്ള രാജ്യങ്ങൾ എണ്ണ കയറ്റുമതി ചെയ്യുമ്പോൾ അത് ഡോളർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം വിൽപ്പന നടത്തേണ്ടത് എന്നതാണ് ഈ കരാർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പെട്രോ ഡോളർ എഗ്രിമെൻ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ കരാറൊന്നും ആരും കണ്ടിട്ടില്ല, നമുക്ക് ലഭ്യവുമല്ല. എങ്കിലും പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമാണിത്. ഓയിൽ അഥവാ എണ്ണയില്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എണ്ണ വാങ്ങാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഡോളർ ശേഖരിക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഡോളർ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഡോളറിൻ്റെ സ്വാധീനം ഇത്രയധികം വർദ്ധിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തേക്ക് കൂടുതൽ ഡോളർ വരുന്നതാണ്. അതുപയോഗിച്ച് അവർക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ നോക്കണം. വേൾഡ് ബാങ്ക്, IMF എന്നീ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള രാജ്യങ്ങൾ അത് തിരിച്ചടയ്ക്കുന്നതും ഡോളറിലാണ്. അപ്പോൾ അമേരിക്ക കടമെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അമേരിക്ക തിരിച്ചടിക്കേണ്ടതും ഡോളറിൽ തന്നെയാണ്. ഈ ഡോളർ അമേരിക്കയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാം? അവരുടെ പ്രസ്സിൽ നിന്ന് പേപ്പർ ഉപയോഗിച്ച് അച്ചടിച്ചുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി വരാനുള്ള സാധ്യത ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. അമേരിക്ക ഒരുപാട് ഡോളർ അച്ചടിച്ചാൽ എന്ത് സംഭവിക്കും? അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറയുന്നതാണ്. ഇങ്ങനെ മൂല്യം കുറഞ്ഞാലുള്ള പ്രശ്നം അമേരിക്കയ്ക്കാണോ മറ്റ് രാജ്യങ്ങൾക്കാണോ? തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഡോളറൈസേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് അതും കണ്ടു നോക്കാവുന്നതാണ്. കാര്യം എന്താണെങ്കിലും ഡോളറിന് എപ്പോഴും ആവശ്യക്കാരുണ്ടായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ മൂല്യം എപ്പോഴും ഉയർന്നു നിൽക്കാനുള്ള കാരണവും അതിനുള്ള ഡിമാൻഡ് തന്നെയാണ്. ഇങ്ങനെ ലോകരാജ്യങ്ങൾ കയറ്റുമതിയിലൂടെയും മറ്റും സമ്പാദിക്കുന്ന ഡോളർ എന്ത് ചെയ്യും? അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിലാണ് പലപ്പോഴും നിക്ഷേപിക്കുന്നത്. ഇതും അമേരിക്കയുടെ സമ്പത്തിനെ ഉയർത്താനൊരു കാരണമായിട്ടുണ്ട്. ചൈന പോലുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കാര്യം നോക്കിയാലും വലിയ രീതിയിൽ ഡോളർ അമേരിക്കൻ ട്രഷറികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോഴെന്തായാലും അമേരിക്കൻ ഡോളറിൻ്റെ ശക്തി നമുക്ക് മനസ്സിലായി. അതുപോലെ അമേരിക്ക ഈ ശക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2022 കാര്യം നോക്കുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റഷ്യയുടെ ട്രഷറി ബോണ്ട് പേയ്മെൻറ്റുകൾ അമേരിക്ക തടഞ്ഞു വെച്ചിരുന്നു. അതുപോലെ യൂറോപ്യൻ ബാങ്കുകളിലടക്കമുള്ള $300 മില്യൺ വരുന്ന റഷ്യയുടെ വിദേശ നാണ്യ ശേഖരവും മരവിപ്പിക്കാൻ അമേരിക്ക തയ്യാറായി. അതായത് അമേരിക്ക വിചാരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉപരോധത്തിലൂടെ അല്ലെങ്കിൽ നടപടികളിലൂടെ മറ്റ് രാജ്യങ്ങളുടെ സമ്പത്ത് പോലും തടഞ്ഞു വെക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം ഡോളറിൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ റഷ്യയുടെ കാര്യം നോക്കിയാൽ റഷ്യക്ക് എന്തെങ്കിലും അവശ്യ സാധനങ്ങളോ മറ്റോ വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഡോളറിനെ ആശ്രയിക്കാതെ മറ്റു വഴികൾ നോക്കേണ്ടി വരുന്നു. അതിന് ഡോളർ പോലെ ശക്തമായ മറ്റൊരു കറൻസി ഉണ്ടാവണം. അതിനെ ലോകരാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കൂടെ ചെയ്യണം. പലപ്പോഴും ചൈനീസ് കറൻസി യുവാൻ ഉപയോഗിച്ച് റഷ്യ ഇപ്പോൾ വ്യാപാരം നടത്തുന്നതായിട്ട് വാർത്തകളിൽ കാണാം. അപ്പോഴും പല പ്രശ്നങ്ങളുമുണ്ട്. ചൈന യുവാൻ സ്വീകരിക്കും, ചിലപ്പോൾ റഷ്യയുമായിട്ട് സൗഹൃദത്തിലുള്ള ചില രാജ്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇന്നും പല രാജ്യങ്ങളും, അത് സൗദി ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും, ഡോളറിലാണ് പ്രധാനമായിട്ടും വ്യാപാരം നടത്തുന്നത്. ഉദാഹരണത്തിന് റഷ്യയ്ക്ക് സൗദിയിൽ നിന്ന് ഓയിൽ വാങ്ങണമെങ്കിൽ യുവാൻ കറൻസിയിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല, അതിന് ഡോളർ തന്നെ നൽകേണ്ടി വരും. കാരണം ചൈനയെ പ്രധാനമായും ലോകരാജ്യങ്ങൾ മുഴുവനായിട്ടും വിശ്വസിക്കുന്നുമില്ല. അമേരിക്കൻ ഡോളറിൽ തന്നെയാണ് അമേരിക്ക എന്തെല്ലാം ഉപരോധങ്ങളും എന്തെല്ലാം കാര്യങ്ങളും ലോകത്ത് ചെയ്താലും
ലോകരാജ്യങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ പ്രാധാന്യം കുറയ്ക്കാതെ ഇത്തരം ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ റഷ്യയ്ക്ക് മാത്രമല്ല ഒരു രാജ്യത്തിനും സാധിക്കുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഈ രീതി ചെറിയ രീതിയിൽ മാറി തുടങ്ങുന്നുണ്ട്. പല രാജ്യങ്ങളും, ഉദാഹരണത്തിന് സൗദി പോലുള്ള രാജ്യങ്ങൾ ലോക്കൽ കറൻസികളിൽ എണ്ണ വിൽപ്പന നടത്താൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ റുപ്പി, UAE ദിർഹംസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ യുവാൻ, ദിർഹംസ്, റുപ്പി പോലുള്ള ലോക്കൽ കറൻസികളൊന്നും ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ റഷ്യ ഇന്ത്യക്ക് ഓയിൽ വിറ്റ് ഇന്ത്യൻ രൂപ ശേഖരിക്കുന്നത് കൊണ്ട് റഷ്യക്ക് എന്താണ് ഗുണം? അവർക്കൊരു പക്ഷേ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ പണം ഉപയോഗിച്ചേക്കാം. പക്ഷേ അപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ നിന്നോ ബ്രസീലിൽ നിന്നോ റഷ്യക്ക് എന്തെങ്കിലും വസ്തു ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരൊന്നും ഇന്ത്യയുടെ രൂപ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതായത് നമുക്ക് പറച്ചിലിന് പറയാമെങ്കിലും ലോക്കൽ കറൻസികൾ താൽക്കാലികമായ ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കൻ ആധിപത്യം അല്ലെങ്കിൽ ഡോളറിൻ്റെ ആധിപത്യം കുറയ്ക്കുന്ന രീതിയിൽ ഒരു പൊതുവായ കറൻസി ഇറക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മുകളിൽ പറഞ്ഞതുപോലെ 2009 നിന്ന് 2024 ആയപ്പോഴേക്കും കയറ്റുമതിയിലൂടെ ബ്രിക്സ് രാജ്യങ്ങളും G7 രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വലിയ രീതിയിൽ കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം കൂടുന്നതുകൊണ്ട് അവർ തമ്മിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു പൊതുവായ കറൻസി ഉപയോഗിക്കുന്നത് ഡോളറിന് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയേറെയാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ കൂടുതലും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ്, അതായത് സ്വിഫ്റ്റ് എന്നൊരു സംവിധാനത്തിലൂടെയാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു ഓയിൽ കമ്പനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉദാഹരണമായിട്ട് എടുക്കാം, സൗദി അരാംകോയിൽ നിന്ന് കുറച്ച് ഓയിൽ വാങ്ങണം എന്ന് വിചാരിക്കുന്നു. IOCക്ക് ഇന്ത്യയിലെ SBIയിലും അരാംകോയ്ക്ക് സൗദി നാഷണൽ ബാങ്കിലുമാണ് അക്കൗണ്ട് ഉള്ളത് എന്നും നമുക്ക് വിചാരിക്കാം. അവർക്കിടയിൽ സുരക്ഷിതമായി പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയാണ് സ്വിഫ്റ്റ് ചെയ്യുന്നത്. SBI ട്രാൻസാക്ഷന് വേണ്ടി ഒരു മെസ്സേജ് സ്വിഫ്റ്റിന് നൽകുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് ഡോളർ സൗദി നാഷണൽ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. SBIയുടെ US ബാങ്കിംഗ് പാർട്ട്ണറായ JP മോർഗൻ തുടങ്ങിയ ബാങ്കുകൾക്ക് ഈ മെസ്സേജ് അയക്കുന്നു. അവർ ഡോളർ സൗദി നാഷണൽ ബാങ്കിൻ്റെ അമേരിക്കൻ പാർട്ട്ണർ ബാങ്കായ, ഉദാഹരണത്തിന് സിറ്റി ബാങ്ക് ആണെങ്കിൽ അവിടേക്ക് ഡോളർ അയക്കുന്നു. അവസാനം സിറ്റി ബാങ്ക് സൗദി നാഷണൽ ബാങ്കിലേക്ക് ഈ ഡോളർ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വിഫ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതിനിടയിൽ അമേരിക്കൻ ബാങ്കുകൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ബാങ്കുകൾ വഴിയാണ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നത്. അവരുടെ അപ്രൂവൽ ഇല്ലാതെ ഇത് പറ്റുന്നതല്ല. 2022 യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് റഷ്യൻ ബാങ്കുകളെ സ്വിഫ്റ്റ് സംവിധാനം ഉപയോഗിക്കുന്നതിൽ നിന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്തിരുന്നു. അതായത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ സംവിധാനം ബ്ലോക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് ബദലായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾ ബ്രിക്സ് പേ എന്നൊരു സംവിധാനം നടപ്പിൽ വരുത്താൻ പോകുന്നത്. അതായത് ഡോളറിന് പകരമായി മറ്റൊരു കറൻസി മാത്രമല്ല, അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാൻ സ്വിഫ്റ്റിന് പകരമായി മറ്റൊരു സിസ്റ്റം കൂടെ ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലൂടെ ബ്രിക്സ് കറൻസി നേരിട്ട് ബ്രിക്സ് പേയുടെ ബ്ലോക്ക് ചെയിൻ സംവിധാനം ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു തരത്തിലുള്ള അമേരിക്ക പോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ഇടപെടൽ വരുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ ഇതിനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. ബ്രിക്സ് പുറത്തിറക്കാൻ പോകുന്ന കറൻസിയുടെ മൂല്യം സ്വർണവുമായി ബന്ധിപ്പിച്ചിട്ടായിരിക്കും കണക്ക് കൂട്ടുക എന്നൊരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 മുതൽ ബ്രിക്സ് രാജ്യങ്ങൾ വലിയ രീതിയിൽ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോക രാജ്യങ്ങളുടെ 20% ഗോൾഡ് റിസർവുകളും ബ്രിക്സ് രാജ്യങ്ങളുടെ പക്കലാണുള്ളതും. അതുകൂടാതെ ചൈന, റഷ്യ മുതലായിട്ടുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഗവൺമെൻറ് ബോണ്ടുകളിൽ നിന്ന് പണം പിൻവലിച്ച് അത് സ്വർണ്ണമാക്കി മാറ്റുന്നുണ്ട്. സ്വർണത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കറൻസി പോലെ ഒരു രാജ്യവും ഇഷ്യൂ ചെയ്യുന്ന ഒന്നല്ല, അതിൻ്റെ സപ്ലൈ പരിമിതവുമാണ്. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ ഇതിനെ ബാധിക്കുന്നതല്ല. സ്വർണം സ്വീകരിക്കില്ല എന്ന് ഏതെങ്കിലും രാജ്യം പറയോ? ഒരു കാലത്തും പറയാൻ സാധ്യതയില്ല. സ്വർണത്തിനെ ബാക്ക് ചെയ്ത ഒരു കറൻസി ആവുമ്പോൾ സ്വർണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ആ കറൻസിയുടെ മൂല്യവും മാറാൻ സാധ്യതകളേറെയാണ്. ലോകരാജ്യങ്ങൾക്ക് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പതിയെ ഡോളറിൽ നിന്ന് സ്വർണം ബാക്ക് ചെയ്തിട്ടുള്ള ബ്രിക്സ് കറൻസിയിലേക്ക് ലോകം മാറുകയും ചെയ്തേക്കാം. ഇനി അടുത്തതായിട്ട് അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നത് ഈ ഡോളറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. IMF, വേൾഡ് ബാങ്ക് പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളെ മുൻനിർത്തി അവർ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട്. 1944 ബ്രട്ടൺ വുഡ് എഗ്രിമെൻറ്റിനെ കുറിച്ച് ഞാൻ മുകളിൽ പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. അതേ സമ്മേളനത്തിൽ തന്നെ IMFും വേൾഡ് ബാങ്കും രൂപീകരിക്കപ്പെടുന്നതും ഒരു ചരിത്ര സത്യമാണ്. IMFും വേൾഡ് ബാങ്കും
ക്വാട്ട സിസ്റ്റത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വാട്ട വർദ്ധിപ്പിക്കണമെങ്കിൽ കൂടുതൽ പണം നൽകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ക്വാട്ടയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾക്ക് വോട്ടിംഗ് പവറും നിശ്ചയിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും IMF, വേൾഡ് ബാങ്ക് ഇതെല്ലാം രൂപീകരിച്ച സമയത്ത് അമേരിക്കയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന കാര്യമാണ് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട രാജ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ക്വാട്ടയും വോട്ടിംഗ് റൈറ്റ്സും കിട്ടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു തീരുമാനത്തെയും ഈ വോട്ടിംഗ് റൈറ്റ്സിലൂടെ, വോട്ടിംഗ് പവറിലൂടെ മറികടക്കാൻ അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ പറ്റുന്നതാണ്. കാരണം അമേരിക്കയ്ക്കാണ് കൂടുതൽ വോട്ടുകളുള്ളത്. ഒരു രാജ്യത്തിന് ഒരു വോട്ടെന്ന നിലയിലല്ല, കൂടുതൽ പണം കൊടുത്തത് ഏത് രാജ്യമാണോ ആ രാജ്യത്തിനാണ് കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. പ്രധാനമായിട്ടും രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു പോയ സമ്പദ് വ്യവസ്ഥകളെ പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യ സമയത്ത് IMFും വേൾഡ് ബാങ്കും നടത്തുന്നത്. അല്ലെങ്കിൽ ആ കാരണം കൊണ്ടാണ് അവർ രൂപീകരിക്കപ്പെടുന്നത് തന്നെ. ജപ്പാൻ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതിലൂടെ വലിയ രീതിയിൽ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സഹായങ്ങൾ കൊടുക്കുമ്പോൾ ചില നിബന്ധനകളും ഉണ്ടാവും. അത് വ്യാപാരത്തെ സംബന്ധിച്ചതാവാം, ചിലപ്പോൾ സാമ്പത്തിക നയങ്ങൾ മാറ്റുന്നതിനെ കുറിച്ചാവാം. വേൾഡ് ബാങ്കോ IMFോ പറയുന്ന നിബന്ധനകൾക്കനുസരിച്ചായിരുന്നു ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുക. ഉദാഹരണത്തിന് ഫ്രാൻസിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം IMF സഹായം ചെയ്ത സമയത്ത് വെച്ചിരുന്ന കണ്ടീഷൻ വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം എന്നതായിരുന്നു. അതുവഴി കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അമേരിക്കയുടെ മാർക്കറ്റായിട്ട് ആ രാജ്യത്തെ മാറ്റാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം രാജ്യങ്ങളിൽ ആ സമയത്ത് കാര്യങ്ങൾ നടന്നിരുന്നു. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ബൊളീവിയയുടെ കാര്യത്തിൽ 1990 വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ആ രാജ്യം. വേൾഡ് ബാങ്കും IMFും ആ സമയത്ത് ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ബൊളീവിയയുടെ കുടിവെള്ളം അടക്കം സ്വകാര്യവൽക്കരണത്തിന് വിധേയമാക്കണം എന്നുള്ളതായിരുന്നു. കൊക്കബാംബെ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ കുടിവെള്ളത്തിൻ്റെ നിയന്ത്രണം അമേരിക്കൻ കമ്പനിയായ ബെച്ചലിന് നൽകപ്പെടുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ വെള്ളത്തിൻ്റെ നിരക്ക് സ്വകാര്യ കമ്പനി പെട്ടെന്നൊരു ദിവസം ഏറ്റെടുക്കുകയാണ്. 50% കൂടുതലായിട്ട് മാറി. ഇത് കരാർ പ്രകാരം നടപ്പിൽ വരുന്നൊരു കാര്യവുമാണ്. അതുകൊണ്ട് എതിർക്കാൻ ഗവൺമെൻറ്റിനും സാധിക്കുന്നതല്ല. ബെച്ചൽ കമ്പനി വലിയ രീതിയിൽ കുടിവെള്ളത്തിൻ്റെ വില കൂട്ടുകയാണ്. അവിടെയുള്ള മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണല്ലോ കുടിവെള്ളം. അതിൻ്റെ വില ഇങ്ങനെ കൂടിയതുകൊണ്ട് ആളുകൾ പ്രതിഷേധിച്ചു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും 2000 വരെ ഈ സ്ഥിതി തുടർന്നുവെങ്കിലും ബേച്ചൽ കമ്പനിക്ക് ഒടുവിൽ ആ രാജ്യം വിട്ട് പോവേണ്ട അവസ്ഥ വരികയാണ്. എന്താണെങ്കിലും പറഞ്ഞു വന്നത്, ഇങ്ങനെ IMFോ വേൾഡ് ബാങ്കോ രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കുന്ന സമയത്ത് അമേരിക്കൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചില നിബന്ധനകൾ കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതായത് ലോകത്തെവിടെയും നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോലും അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കാനുള്ള ടൂളുകളാണ് പലപ്പോഴും IMFും വേൾഡ് ബാങ്കും. ഇത് അമേരിക്കയ്ക്ക് ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി നൽകുന്നുണ്ട്. ലോകം യൂണിപോളാർ വേൾഡായി അമേരിക്കയ്ക്ക് ചുറ്റും വട്ടമിട്ട് കറങ്ങാനും അമേരിക്കയ്ക്ക് ലോകത്തെവിടെയും വലിയേട്ടൻ കളിക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധിക്കുന്നതും ഇതേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ സംശയം തോന്നും, അമേരിക്കൻ ആധിപത്യത്തെ നേരിടാൻ, ഡോളറിൻ്റെ അപ്രമാദിത്വത്തെ നേരിടാൻ ബ്രിക്സ് രാജ്യങ്ങൾ കറൻസി ഇറക്കുന്നു. ഈ IMFിനെയും വേൾഡ് ബാങ്കിനെയും നേരിടാൻ എന്താണ് ബ്രിക്സിൻ്റെ പദ്ധതി? സ്വാഭാവികമായിട്ടും ഇതിനെ നേരിടണമെങ്കിൽ ബ്രിക്സും അവരുടേതായ സാമ്പത്തിക സ്ഥാപനങ്ങൾ ആരംഭിക്കണം. അങ്ങനെയാണ് 2014 ബ്രസീലിൽ നടന്ന 6ാമത്തെ ബ്രിക്സ് സമ്മേളനത്തിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് NDB രൂപീകരിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനമെടുത്തത്. ഇതുവരെ നമ്മൾ നോക്കിയാൽ ലോകത്തെമ്പാടുമായി $32.8 ബില്യൺ ചെലവ് വരുന്ന 96ഓളം പ്രൊജക്റ്റുകൾക്ക് NDB ധനസഹായം നൽകിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്ക് 2024 സാമ്പത്തിക വർഷത്തിൽ മാത്രം $117.5 ബില്യൺ ലോണും ഗ്രാൻറ്റും ഒക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത്. അതായത് നിലവിൽ വേൾഡ് ബാങ്കും ബ്രിക്സും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും ഒരു പ്രതിരോധം ആരംഭിച്ചു എന്ന രീതിയിൽ ബ്രിക്സിൻ്റെ ഈ നീക്കത്തെ നമുക്ക് കണക്കാക്കാം. അപ്പോഴും അമേരിക്കയെ വെല്ലുവിളിക്കത്തക്ക വലിപ്പത്തിലേക്ക് ഈ സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടില്ല. അടുത്തതായിട്ട് നോക്കേണ്ടത് എണ്ണ, പ്രകൃതിവാതകമടക്കമുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ്. 2022 യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തലാക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അവർ കൂടുതലായിട്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതലായിട്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ. ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൻ്റെ എതിർപ്പ് മൂലമാണ് ട്രംപ് ഇന്ത്യക്ക് മുകളിൽ 50% ടാരിഫ് ചുമത്തിയത് പോലും. അമേരിക്ക പലപ്പോഴായിട്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യ ചേർന്ന് നിൽക്കുന്നത് അമേരിക്കയുടെ ഈ അപ്രമാദിത്വത്തെ തകർക്കുന്ന രീതിയിൽ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ റഷ്യയെ സഹായിക്കേണ്ടത്, റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കേണ്ടത്, അത് പ്രോസസ്സ് ചെയ്ത് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്ത് ലാഭമാക്കി മാറ്റേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ രാജ്യം കൃത്യമായിട്ട് തന്നെ ആ കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളതുമാണ്. എന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ UAE, സൗദി പോലുള്ള രാജ്യങ്ങൾ കൂടി ബ്രിക്സിൽ ചേരുന്നതോടെ ഊർജ്ജ രംഗത്തും ബ്രിക്സ് രാജ്യങ്ങളുടെ പങ്കാളിത്തം കൂടുന്നതായിട്ട് കാണാം.
ലോകത്താകെ മൊത്തം എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 40%, പ്രകൃതിവാതക ഉൽപ്പാദനത്തിൻ്റെ 36% ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ തന്നെ ഉണ്ടാവുന്നത്. ഭാവിയിൽ റഷ്യക്കെതിരായി ഉണ്ടായ ഉപരോധം പോലുള്ള സംഭവങ്ങൾ ഈ രാജ്യങ്ങൾക്കെതിരെ ആവർത്തിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് പരസ്പരം വ്യാപാരത്തിൽ സഹകരിച്ച് അതിനെല്ലാം പരിഹാരം കാണാനുള്ള ഒരു സാധ്യത ഇവിടെ തള്ളിക്കളയാനാവില്ല. അല്ലെങ്കിൽ അത്രത്തോളം എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ബ്രിക്സിലുണ്ട്. 2022 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഗണ്യമായി തന്നെ വളരെ വലിയ അളവിൽ തന്നെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ UAE, സൗദി പോലുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയെ ധിക്കരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ബ്രിക്സിന് ഒരു വെല്ലുവിളി അത് തന്നെയാണ്. കാരണം ആ രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കടക്കം അമേരിക്കയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയും ചൈനയും പോലുള്ള അംഗരാജ്യങ്ങൾ തമ്മിൽ ശത്രുതയുമുണ്ട്. ഇന്ത്യയും ചൈനയും വലിയ സുഹൃത്ത് രാജ്യങ്ങളൊന്നുമല്ല. അമേരിക്കയെ എതിർക്കണമെന്നൊരു പൊതുവായ ആവശ്യങ്ങളിൽ പലപ്പോഴും ഒന്നിച്ച് നിന്നേക്കാമെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലും വലിയ രീതിയിൽ ശത്രുതയുണ്ട്. ഇപ്പോൾ ഒരു തുടക്കമെന്ന രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള വ്യാപാരം 5 വർഷത്തിന് ശേഷം പുനരാരംഭിക്കുമെന്ന സൂചനയും വരുന്നുണ്ട്. അതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമഗതാഗതം 5 വർഷത്തിന് ശേഷം പുനരാരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അകലുന്നത് ചൈനയെയും ഇന്ത്യയെയും കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചൈനയുമായിട്ട് ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ തന്നെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ജിയോ പൊളിറ്റിക്സിൽ അങ്ങനെ സ്ഥിരമായ ശത്രുവോ മിത്രമോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ രാജ്യ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബ്രിക്സ് എന്ന സംഘടന കൂടുതൽ ശക്തമാവണമെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇനിയും മെച്ചപ്പെടേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സംഭവിച്ചാലും അമേരിക്കൻ ആധിപത്യത്തിന് പകരം വയ്ക്കാൻ ബ്രിക്സിന് ഉടനെ കഴിയുമോ എന്ന കാര്യം നമ്മൾ സത്യം മനസ്സിലാക്കിയാൽ സംശയം തന്നെയാണ്. പക്ഷേ അതിലേക്കുള്ള ശ്രമങ്ങൾ ബ്രിക്സ് തുടങ്ങി വെക്കുന്നു എന്നത് ഒരു നല്ല വാർത്ത തന്നെയാണ്. അതൊരു പക്ഷേ ബ്രിക്സ് രാജ്യങ്ങളിൽ അംഗമായ നമ്മളെപ്പോലുള്ളവർ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എങ്കിലും, പല ആളുകളും എടുക്കുന്നില്ല എങ്കിലും അമേരിക്കയ്ക്ക് ഭീഷണിയാവുമെന്ന് അമേരിക്ക ഇപ്പോഴേ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതും താരിഫ് വർദ്ധിപ്പിക്കുന്നത് പോലുള്ള പ്രതികാര നടപടികൾ തുടങ്ങി വെച്ചതും. തങ്ങളുടെ ആധിപത്യത്തെ ഭാവിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ശക്തിയെ മുളയിലേ നുള്ളാനുള്ള ശ്രമമായിട്ടാണ് അമേരിക്ക ഈ കാര്യങ്ങളെ കാണുന്നത്. അല്ലാതെ പലരും വിചാരിച്ചതുപോലെ ട്രംപ് ഒരു മണ്ടനായതുകൊണ്ടല്ല. കാര്യം എന്താണെങ്കിലും അമേരിക്ക എങ്ങനെ ഡോളർ ഉപയോഗിച്ചുകൊണ്ടും തങ്ങളുടെ സാമ്പത്തിക സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ലോകത്തെ ഒരു യൂണിപോളാർ വേൾഡായിട്ട് നിലനിർത്തുന്നു എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മൾട്ടി പോളാർ വേൾഡാക്കി മാറ്റാൻ ബ്രിക്സ് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നു എന്ന കാര്യവും ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാലത്ത് AI പഠിക്കാത്തത് ഒരു കുറവ് മാത്രമല്ല, ജോലി വരെ പോവാവുന്ന ഒരു റിസ്ക് കൂടിയാണ്. പിന്നെ ക്ലാസ്സുകൾ സൗജന്യമാണ്. ഇതിനും നല്ല അവസരങ്ങൾ ഇനി കിട്ടണമെന്നില്ല. താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഔട്ട്സ്കില്ലിൻ്റെ എക്സ്ക്ലൂസീവ് 2 ഡേ ലൈവ് AI ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം കമൻറ്റിലുണ്ട്. പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ക്ലാസ്സുകൾ സമ്പൂർണ്ണമായിട്ടും സൗജന്യമാണ്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.